വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. മൂവാറ്റുപുഴ നഗരസഭയുടെ അവഗണനയെ തുടർന്ന് നഗരമധ്യത്തിലെ ചിൽഡ്രൻസ് പാർക്ക് നാശത്തിന്റെ വക്കിൽ. അവധിക്കാലം ആഘോഷിക്കാൻ കാത്തിരുന്ന കുട്ടികൾ കളിസ്ഥലമില്ലാതെ നിരാശയിൽ. മൂവാറ്റുപുഴ നഗരമധ്യത്തിലെ ചിൽഡ്രൻസ് പാർക്ക് നഗരസഭയുടെ കടുത്ത അവഗണനയെ തുടർന്ന് നാശത്തിന്റെ വക്കിലായതോടെ വേനലവധി ആഘോഷിക്കാനെത്തുന്ന കുട്ടികൾ നിരാശയിൽ. മൂവാറ്റുപുഴ നെഹ്റു പാർക്കിലുള്ള ചിൽഡ്രൻസ് പാർക്കാണ് അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാതെ തകർന്ന നിലയിലായിരിക്കുന്നത്. കുട്ടികൾക്കായുള്ള പാർക്കിനുള്ളിൽ കാട് കയറിയ നിലയിലും ഊഞ്ഞാലുകളും സ്ലൈഡുകളും ഉൾപ്പെടെ ഭൂരിഭാഗം കളി ഉപകരണങ്ങളും തുരുമ്പെടുത്ത് നശിച്ച നിലയിലുമാണ്. അവധിക്കാലം ആഘോഷിക്കാൻ കാത്തിരുന്ന കുട്ടികൾക്ക് മൂവാറ്റുപുഴ നഗരത്തിൽ കളിസ്ഥലമില്ലെന്നത് പ്രതിഷേധാർഹമാണ്. കുട്ടികൾക്ക് 10 രൂപയും മുതിർന്നവർക്ക് 20 രൂപയും പ്രവേശന ഫീസായി ഈടാക്കുന്ന പാർക്കിൽ യാതൊരു സൗകര്യങ്ങളും ലഭ്യമല്ല. പാർക്കിൽ 4 വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച താമരക്കുളവും ഏറുമാടവും നാമാവശേഷമായിരിക്കുകയാണ്. ഇതിനെല്ലാം പുറമെ പാർക്കിനുള്ളിലെ ലൈറ്റുകൾ കത്താത്തതിനെ തുടർന്ന് സന്ധ്യയാകുന്നതോടെ പാർക്ക് ഇരുട്ടിലാണെന്നും പരാതിയുണ്ട്. കുട്ടികളെ കൂടാതെ വിശ്രമവേളകൾ ചെലവഴിക്കാൻ നിരവധി മുതിർന്നവരും പാർക്കിലെത്തിയിരുന്നു. എന്നാൽ ഇരിപ്പിടങ്ങൾ തകരുകയും പ്രദേശം കാടുപിടിക്കുകയും ചെയ്തതോടെ മുതിർന്നവരും പാർക്കിലേക്ക് എത്താതായി. കച്ചേരിത്താഴത്ത് വരാനിരിക്കുന്ന പുതിയ പാലത്തിന്റെ നിർമ്മാണം പാർക്കിനെ ബാധിക്കുമെന്നതിനാലാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്താത്തതെന്നാണ് നഗരസഭ അധികൃതരുടെ വാദം. നഗരത്തിലെ നഗരസഭയുടെ തന്നെ അധീനതയിലുള്ള ഡ്രീംലാൻഡ് പാർക്കിന്റെ അവസ്ഥയും വ്യത്യസ്തമല്ല. അവധിക്കാലം ആഘോഷിക്കാനിരിക്കുന്ന മൂവാറ്റുപുഴയിലെ കുട്ടികളോടുള്ള നഗരസഭയുടെ അവഗണന അവസാനിപ്പിച്ച് പാർക്ക് നവീകരിച്ച് ഉപയോഗപ്രദമാക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.